എന്താ കൊണ്ട കളയണങ്ങളെ കുപ്പിച്ചില് ഇങ്ങനെ ദിവസം അടിച്ചവരെ കിട്ടണുണ്ടല്ലോ. ഐസല്ല ചില്ല അതിന് എരണ്ടെണ്ണ അതിന്റെ ചോട്ടന്നെ അടിച്ചു കോരുമ്പോ ഇതേപോലെ പൊട്ടും. മറ്റേത് തവിട് പൊടിയായിട്ട് ആദ്യം കിട്ടിയിരുന്നു. ഇപ്പൊ കഷ്ണമായിട്ടാണ് കിട്ടുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. എന്നത്തെയും പോലെ പാവക്കോട്ടീനെ തീറ്റിച്ച് കുടിപ്പിച്ച് സ്കൂളിലേക്ക് കൊണ്ടേക്കാൻ പോവാണ്. വരുന്ന വഴിക്ക് ഒരു ചെറിയ ഷോപ്പിങ്ങും ഉണ്ട്. എന്താ തറയിലിറങ്ങി കിടക്കണ്? വേറെ എവിടെ കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടോ? ചൂട് ഫാനിന്റെ താഴെ കിടക്കാണ്. ഭയങ്കര ക്ഷീണം. മുകളിൽ തുണി തോരിടോ? ഞാൻ ഹലോ, അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ രാവിലെ തോരിട്ടു. ഓ താങ്ക് യു സോ മച്ച്. അല്ല, ഇയാൾക്ക് വേണ്ടിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോലും കയറിയിട്ടില്ല. ഇയാൾ ഷോപ്പിങ്ങിന് പോണം പറഞ്ഞിട്ട് ടയർഡാണ്. ഒരു 10:30 മണിക്ക് ഇറങ്ങാം. 10:30 മണിക്ക് ഇറങ്ങിയാലും 10:45 ഇവിടെ അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന്റെ പിന്നാലെ വരണം കേട്ടോ. അതെ. എന്താ കൊണ്ട കളയണങ്ങളെ? കുപ്പിച്ചില് ഇങ്ങനെ ദിവസം അടിച്ചവരെ കിട്ടണുണ്ടല്ലോ. അത് നമ്മുടെ ഇന്നലത്തെ ഇതിനകത്ത് ഇവിടെ മഞ്ഞപ്പൊടി കിടക്കണം. അതന്നെ. യെസ്, ഈ മഞ്ഞപ്പൊടി അതിന്റെ ചോട്ടിലാ കിടക്കണതേ. അതെങ്ങനെ തുറച്ചെടുക്കാനാ? ഇത് എന്ത് കാട്ടാനാ? നീക്കിയേക്കാൻ പറ്റുമോ? ഇതൊക്കെ വലിയ ഇടങ്ങാറ്. ഇപ്പൊ പച്ചപ്പയർ അരച്ചുണ്ടാക്കിയായിരുന്നു. ഇതെന്താ കുപ്പിച്ചില്? ഈശ്വര, കുട്ടിയുടെ കാലിലൊന്നും കൊടുക്കാത്ത ഭാഗ്യം. എന്താ ഇപ്പൊ പ്ലാസ്റ്റിക്കിലാക്കി വെച്ചിരിക്കണതാ. ഇതിനകത്തോട്ടോ? അതിന് തൂക്കാത്തത്തിലാക്കി വെച്ചാൽ ഇപ്പൊ ഇതിനകത്താണേ. അതിപ്പോ നേരാക്കി വെച്ചതാണ്. ഇതിപ്പോ അരക്കാനുള്ളതാ. കുട്ടിയാക്കിയോ? ഇനിയിപ്പോ വന്നിട്ട് ഞാൻ അരക്കാം. അപ്പൊ എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പോ ഇതായിരുന്നു ഇതുവരെ പണി. ഇതിങ്ങനെ ആക്കി എടുക്കണെങ്കിൽ എത്ര പാടുണ്ടെന്ന് അറിയാം. എന്ത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇറങ്ങാം. ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കൂടും. വെയിലുണ്ടായിട്ടല്ല, ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ്. അതിന്റെ ചൂടാ തോന്നുന്നുണ്ട്. പുറത്തുനിന്ന് ഇറങ്ങാൻ വയ്യ. എന്തൊരു വയർപ്പോ? ഐസല്ല, ചില്ല. ആ മഞ്ഞപ്പൊടിയുടെ കുപ്പിയില്ലേ, അതിന് എരണ്ടെണ്ണ അതിന്റെ ചോട്ടന്നെ അടിച്ചു കോരുമ്പോ ഇതേപോലെ പൊട്ടും. മറ്റേത് തവിട് പൊടിയായിട്ട് ആദ്യം കിട്ടിയിരുന്നു. ഇപ്പൊ കഷ്ണമായിട്ടാണ് കിട്ടുന്നത്. തവിട് പൊടിയായിട്ട്. ഇതാ കുഞ്ഞാവ ഓടുമ്പോ ചാടുമ്പോ ചവിട്ടാത്ത ഭാഗ്യം. ഫുള്ളിന്ന് മഴക്കാറ് ദിവസമാണ്. ദേ ഇവിടെ കാണുന്ന വെള്ളം മൊത്തം ഇനി വറ്റണമെങ്കിൽ വെയിൽ വരണം. വെയിൽ കൊണ്ട് അത് വറ്റിപ്പോണം. അത് വരെ ഉണ്ടാവും ഈ ചുറ്റിലുള്ള വെള്ളം. ഇതൊക്കെ കുറച്ച് താണ ഏരിയ ആയതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളമായിരിക്കും. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡും അങ്ങനെ തന്നെ, എപ്പോഴും ഫുള്ള് വെള്ളമാണ്. ഇറങ്ങാം. ഞങ്ങൾ വീണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വല്ല ഇൻഡസ്ട്രിയൽ ഏരിയ പോലെയല്ലേ മൊത്തത്തിൽ? ഇല്ലടാ, ഗ്രാമീണ അന്തരീക്ഷം. ഇത് സിറ്റിന്റെ നടുവിലാണ് ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? നമ്മളില്ലതേ ഗ്രാമാണ്. അവിടെ അത്ര വലിയ ഗ്രാമം. അവിടെ ഈ ഗ്രാമല്ല, അതിനേക്കാളും കുറച്ച് ഉള്ളിൽ പോകണ്ടേ നമ്മുടെ വീട്. അങ്ങനെ പറയാൻ പറ്റുമോ? ഓക്കെ, ഗ്രാമം പോലെ തന്നെയാണ്. അവിടെ ഗ്രാമല്ല കേട്ടോ. അലഞ്ഞോണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയപ്പോൾ അവിടുന്ന് ഇവിടേക്കാണെന്ന് പറഞ്ഞിട്ട് ബാലവാടിയിൽ വന്നു. ബാലവാടിയിൽ വന്നപ്പോൾ ഇവിടെ അല്ല, വേറൊരു ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാവം അമ്മൂൻ്റെ ഗതികേട് എന്നല്ലാതെ എന്താ പറയുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി. ഇവിടുന്നെങ്കിലും പരിപാടി ശരിയായാൽ മതിയായിരുന്നു. ഇട്ടിട്ട് ചുറ്റിച്ച് മൂന്നാമത്തെ സ്ഥലത്തായിരുന്നു ഇപ്പോൾ എത്തിയത്. 4 പോയിട്ട് കറങ്ങി. 4 പോയപ്പോൾ അവസാനം നമ്മൾ ചെന്ന ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞു. ഫസ്റ്റ് സ്ഥലത്ത് തന്നെ ചെന്നാലാണ് പരിപാടി നടക്കുള്ളൂ ഇത്രേ. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പരിപാടി ഫിനിഷ് ചെയ്തു എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഇല്ല, പോയതൊക്കെ വേസ്റ്റാണ്. ചൊവ്വാഴ്ച ഇനി വീണ്ടും പോകണം. ഈ ഗവൺമെൻറ് പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ഓഫീസുകളിലിട്ടിട്ട് കറക്കിക്കൊണ്ടേയിരിക്കും. ഒന്നിനകത്തൊന്നും റിസൾട്ട് കിട്ടില്ല. ഇവിടുന്ന് അവിടേക്ക്, അവിടുന്ന് ഇവിടേക്ക്, ഈ ടേബിളിൽ നിന്ന് അങ്ങനെ അയക്കൂലേ. ആ ടേബിളിൽ ചോദിക്കും, ഈ ടേബിളിൽ ചോദിക്കും. ഇതേപോലെ തന്നെ ആ ഓഫീസിൽ ഈ ഓഫീസിൽ വന്നിട്ടൊരു 1 മണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല. അടുത്തത് പോകാറായി വാവക്കുട്ടീനെ കൊണ്ടുവരാൻ സ്കൂളിലേക്ക്. അവിടെ നമ്മളെന്തിനാ പോകണമെന്ന്? ബാഗ് നാശായില്ലേ? സിബ് നാശായില്ലേ? അത് ഉറങ്ങാണ്. ഉറങ്ങിക്കൊണ്ടാണ് ഗേറ്റ് എടുക്കണത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി, മാങ്ങയും പ്രൊമഗ്രാനേറ്റും. വാക്കുട്ടിക്ക് ദോശ ഉണ്ടാക്കി തരട്ടെ? എത്രണ്ണമാണ്? ഓക്കേ, വണ്ടി ഓടിച്ചോ.
ചീച്ചീത് വരാതെ എനിക്കിപ്പോ വന്നു. അവളെ ഒറ്റയ്ക്ക് വിളിച്ചോടാ. ആ കണ്ടു ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ കോൾ ചെയ്യാറായി. കണ്ടു ഇന്നലെ രാത്രി കൊണ്ടുവന്ന് തോരിയിട്ട തുണിയാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ മൊത്തം മഞ്ഞ് കൊണ്ട് നനഞ്ഞൊരു വഴിയാവും. അപ്പം ഇന്ന് ഈ കണ്ട ഗവൺമെൻറ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയതൊക്കെ വേസ്റ്റ് ആയി. അതുകൊണ്ട് യാതൊരു ഗുണമുണ്ടായിട്ടില്ല. 3-4 ഓഫീസിൽ ഞങ്ങളിന്ന് കയറി ഇറങ്ങി. അവസാനം ആദ്യത്തെ ഓഫീസിൽ തന്നെ ചെല്ലാൻ പറഞ്ഞു. 3ാമത്തെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്രയും കറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ഒരോട്ടം കൂടി പോകേണ്ടി വരും ഈ പരിപാടി ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി. ഈ ഗവൺമെൻറ് കാര്യങ്ങൾ, ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് ഭയങ്കര ഡിലേയാണ്. അത് ഏത് നാടായാലും ശരി, ഏത് സംസ്ഥാനമാണെങ്കിലും ശരി, ഇന്ത്യക്കകത്ത് ഡിലേയാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഇന്നത്തെ കുട്ടികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ബൈ.